സണ്ണിസാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങോട്ടിരുന്നോളൂ, ഇപ്പൊ വരും. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോൻ ഒന്നുകൂടി ആശുപത്രി വരെ വരണം. ഒന്നുകൂടെ വരാനോ? പറ്റില്ല. എന്റെ മനുഷ്യത്വം കൊണ്ട് അന്ന് ഞാൻ വന്നത്. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ പോണം പ്ലീസ്. മോൻ അന്ന് വന്ന് കണ്ടതിന് ശേഷം അവളുടെ അസുഖം ഭേദപ്പെട്ടു വരികയായിരുന്നു. പക്ഷെ ഇന്നലെ അവന്മാര് വീണ്ടും വന്നു. യവന്മാര്? ആ രത്തൻബായിയുടെ ആൾക്കാര്. എന്റെ മോൾ ആകെ പേടിച്ചു. ഇപ്പോഴവളുടെ അവസ്ഥ. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിന്? നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മകളുടെ ഭർത്താവാന്ന് പറയുന്ന ആ ഭായിയോട് പറ. മോന് സത്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. രത്തൻബായി അവളുടെ ഭർത്താവൊന്നുമല്ല. അല്ലേ? രത്തൻബായിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ അവന്മാർ അവളെ പിടിച്ചോണ്ട് പോയത്. അവന്മാരതും പറയും, അതിനപ്പുറം പറയും. രത്തൻബായിയുടെ എച്ചിൽ പട്ടികളാണ് അവര്. നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സത്യമാണ് മോനെ. ആ രത്തൻബായി ഒറ്റ ഒരുത്തിനാ എന്റെ മോളെ ഭ്രാന്തിയാക്കിയത്. അഞ്ജലിക്ക് 8 മാസം പ്രായമുള്ളപ്പോ അവളുടെ അച്ഛൻ മരിച്ചു. ചോരക്കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ പകച്ചു നിന്നപ്പോ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞൊരാള് വന്നു. നാഥൂറ. ഞാൻ അയാളെ വിശ്വസിച്ചു. എന്റെ മോളെ ഓർത്ത് ഒരു 2ാം കെട്ടിന് ഞാൻ കഴുത്ത് നീട്ടി. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, വേറെ പലതും മനസ്സിൽ കണ്ടിട്ടാണ് അയാൾ എന്നെ സ്വീകരിച്ചതെന്ന്. അന്ന് ഞാൻ അയാളെ ആട്ടിയിറക്കി. പിന്നെ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന് കണക്കില്ലായിരുന്നു. പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റാണ് ഞാനും എന്റെ മോളും ജീവിച്ചത്. അവള് വളരും തോറും എന്റെ വയറ്റിൽ തീയായിരുന്നു. സ്ത്രീധനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞൊരു പയ്യൻ അവളെ പെണ്ണ് കാണാൻ വന്നു. എന്റെ മോളെ അവന് വലിയ ഇഷ്ടമായി. പൊന്നും പണവും ഒന്നും വേണ്ട, വെറുതെ മൈലാഞ്ചി അണിയിച്ചു കൊടുത്താലും കെട്ടിക്കോളാന്ന് അവൻ പറഞ്ഞു. അവൾക്ക് അവനെ ഇഷ്ടമായി. എങ്കിലും എന്റെ നെഞ്ചില് തീയായിരുന്നു. 4 ആള് കണ്ട മോശം പറയാത്ത മട്ടിൽ അന്തസ്സായിട്ട് എന്റെ മോളെ പറഞ്ഞയക്കണ്ടേ. അപ്പോഴാണ് അയാൾ വീണ്ടും വന്നത്. सांभलियो जानकी बहन बिखरी ने लगे लड्डाने चढ़ने से जानकी എനിക്കറിയാം നിനക്ക് എന്നോട് വെറുപ്പാണെന്ന്. അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒക്കേതിനും ഞാൻ അനുഭവിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങളെ കാണുകയും വേണ്ട. അങ്ങനെ പറയല്ലേ ജാനു. നമ്മുടെ മോളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് വേറെ ആൾ പറഞ്ഞിട്ട് ഞാൻ അറിയാന്ന് വെച്ചാ. നമ്മുടെ മോളോ? ഇവളുടെ അച്ഛൻ മരിച്ചുപോയി. ഇവൾ എന്റെ മാത്രം മോളാ? അല്ല, ഇവൾ എന്റെയും കൂടി മോളാ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇവളെ നല്ല അന്തസ്സായിട്ട് പറഞ്ഞേക്കണമെന്നാ എന്റെ മോഹം. കാശിനുള്ള നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാനിപ്പോ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ബോസ് അത്യാവശ്യം സഹായിക്കാന്നും പറഞ്ഞു. മോളൊന്ന് പറ അച്ഛനോട് ക്ഷമിക്കണമെന്ന്. അന്ന് അയാളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞങ്ങളുടെ കഷ്ടകാലം മാറിയെന്ന് ഞാൻ കരുതി. ചെറുക്കൻ കുതിരപ്പുറത്തല്ലേ ദീദി വരുന്നത്? അല്ല, ആനപ്പുറത്ത്. കൊഞ്ചാതെ വേഗം ഒന്ന് വെക്കടി. ചെറുക്കനും കൂട്ടർ ഇപ്പൊ എത്തും. ഇല്ല, അവനെത്തില്ല. നമ്മുടെ മോളെ കെട്ടാൻ അവനെത്തില്ല. എത്തൂല്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? മൈലാഞ്ചി മാത്രം അണിയിച്ചു കൊടുത്താൽ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കാല് മാറി. അവനിപ്പോ 2 ലക്ഷം രൂപ വേണമെന്ന്. 2 ലക്ഷം? പക്ഷെ എന്റെ മോള് കരയണ്ട. ആ തെണ്ടി പോണെങ്കി പോട്ടെ. പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ അച്ഛൻ നിന്റെ കല്യാണം നടത്തും. നീ പേടിക്കണ്ട. 10 പൈസ പോലും കൊടുക്കാതെ ഇവിടെ കെട്ടിക്കൊണ്ടുപോയി പൊന്നുപോലെ നോക്കാൻ ആള് വേറെ ഉണ്ട്. രത്തൻ ബായ്. രത്തൻ ബായിയോ? അതേടി, മേരാ സാബ്, മേരാ ഭഗവാൻ. അത്രയും പ്രായമുള്ള ഒരാൾക്ക് ഇവിടെ കെട്ടിച്ചു കൊടുക്കണോ? പ്രായമാണോ ഇവിടെ പ്രശ്നം, അതോ മാനമാണോ? ഞാൻ ഭായ് സാബിനോടെല്ലാം പറഞ്ഞ് തീരുമാനിച്ചു കഴിഞ്ഞു. മുഹൂർത്തം തെറ്റാതെ ഇവളുടെ മിന്നുകെട്ട് ഞാൻ നടത്തും. മുഹൂർത്തം തെറ്റിക്കോട്ടെ, എനിക്ക് കല്യാണം വേണ്ട. മിണ്ടിപ്പോരുത്.
क्या हुआ साहब जी? अब मैं कैसा दिख रहा हूँ मेरी रानियो? രാജകുമാരനെ പോലെയുണ്ട് സാബ്. രാജകുമാരി റെഡി. സാബ് ഇറങ്ങിയാലും എല്ലാം ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ നാഥുറാമേറ്റ നടക്കാത്ത കാര്യമുണ്ടോ? അതിപ്പോഴാണോ നീ അറിയുന്നത്? കേറിപ്പടിയാത്ത സ്നേഹം കാണിച്ച് താൻ പിന്നെയും വന്നത് ഇതിനാണല്ലേ? എന്റെ മോളെ കൊടുക്കാന്ന് പറഞ്ഞ് താൻ എത്ര രൂപ വാങ്ങിച്ചു? വാങ്ങിയടി, എനിക്ക് ഇഷ്ടമുള്ളടത്തോളം വാങ്ങി. ഇനി വാങ്ങും. വാങ്ങിച്ചോ? പക്ഷെ രത്തൻ ബായിയുടെ വെപ്പാട്ടിമാരുടെ കൂട്ടത്തിൽ എന്റെ മോളെ കൂട്ടാന്ന് താൻ കരുതണ്ട. അത് കൂട്ടി കഴിഞ്ഞടി. കൊല്ലും തന്നെ ഞാൻ, കൊല്ലും. അയ്യോ, കൊല്ലുന്നത് പാപമാ. ഞാൻ ഒരുപാട് മോഹിച്ചു പോയ പെണ്ണാ. എനിക്കിവള് വേണം. വേറൊരു പയ്യന് കല്യാണം ഉറപ്പിച്ച പെണ്ണ ഇവള്. അവനെ അയച്ചത് ഞാനാ. എനിക്ക് വേണ്ടി അവൻ അഞ്ജലി വന്ന് കണ്ടത്. ഇത്രയും ആർഭാട്ടമായി ഈ കല്യാണം നടത്തുന്നത് ആരാണ് എന്റെ വിചാരം? നിന്റെ ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ എവിടുന്നാണ് എന്റെ വിചാരം? അതേടി, അല്ലാതെ മാനത്തൊന്നും പൊട്ടി വേണമെന്ന് വിചാരിച്ചോ നീ? റത്തൻബ എന്തെങ്കിലും ഒന്ന് മോഹിച്ചാൽ അത് നടന്നിരിക്കണം. ചെറുപ്പം മുതലുള്ള ഒരു ശീലമാ. വാ വാ, മുഹൂർത്തമായി വാ. നോക്കി നിൽക്കാതെ മണ്ഡപത്തിലോട്ട് കയറ്റിയിരുത്തടി. ജീവനം കൊണ്ട് അവൾ ഓടിക്കേറി വന്നത് മോന്റെ അടുത്തേക്കാണ്. അവിടുന്ന് ആ ചെന്നായ്ക്കളെല്ലാം കൂടി അവളെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും എന്റെ മോൾക്ക് എന്നെ പോലും തിരിച്ചറിയാൻ പറ്റാതായി. ഭർത്താവാണെന്ന് കള്ളം പറഞ്ഞ് ആ ദുഷ്ടൻ അവളെ ആസ്പത്രി കൊണ്ടാക്കി. അന്ന് എന്റെ മോളെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഗതി വരില്ലായിരുന്നു. ഒരേ ഒരു തവണ കൂടി മോനെന്ന് വരണം. ഞാൻ കാല് പിടിക്കാം. അയ്യോ, എന്തായി കാണിക്കുന്നത്? എനിക്ക് ഈ ഭൂമിയിൽ അവള് മാത്രമേ ഉള്ളൂ. കണ്ണി കണ്ടവന്മാരെയൊക്കെ വിളിച്ചു വരുത്തി തനിക്ക് അവളെ കാണിക്കാം, അല്ലടോ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. എന്റെ ട്രീറ്റ്മെന്റിലിരിക്കുന്ന പേഷ്യന്റ് ആ കുട്ടി. അവളെ ആര് കാണണം ആര് കാണണ്ട തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ആരാന്നറിയോ? അവളെ ആരാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. രത്തൻ ബായിയാ. ആരായാലും ജലദോഷം പനിയായിട്ടെന്നല്ലോ കൊണ്ടുവന്നത്. സമനില തെറ്റിട്ടല്ലേ? നിങ്ങളെ കണ്ട അവള് വയലന്റ് ആവും. അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളെ തന്തയാ. എന്നാര് പറഞ്ഞു? അത് ചോദിക്കാം, നീ ആരാ? ആരാടി ഇവൻ? ഇവനാന്ന് അവളെ മുറി കയറ്റി ഒളിപ്പിച്ചത്. ഓഹോ, അപ്പൊ നീയാണ് ഈ സണ്ണിച്ചനല്ലേ? ആണെങ്കി വെറുതെ തടി കേടാക്കാതെ പോടാ വെച്ചനെ. പാവപ്പെട്ട പെമ്പിള്ളേരെ വിറ്റ് കാശാക്കാൻ തന്തവേഷം കെട്ടി ഇറങ്ങിയാലുണ്ടല്ലോ. ഞാൻ അവളുടെ തന്തയല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞ്? എന്തിനാ പേടിച്ച് മാറിയിരിക്കുന്നത്? വാ തുറന്ന് പറഞ്ഞൂടെ? ഓഹോ, അപ്പൊ നീയും കൂടി ചേർന്നുള്ള കളിയാണല്ലേ? അതെ, എന്റെ മോളെ എനിക്ക് രക്ഷിക്കണം. അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. കൈമിടുക്ക് കാണിക്കുന്നത് പെണ്ണുങ്ങളോടല്ല. കുട്ടേ കമ്മിനെ ഞങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയാമോ? അറിയാലോ, രത്തമ്പായുടെ എച്ചിൽ നടക്കുന്ന പട്ടികളാണെന്ന് നല്ലോണം അറിയാം. ഏത് ആസ്പത്രിയാണ്? നിങ്ങളുടെ മസിൽ പവർ കാണിക്കാനുള്ള സ്ഥലമല്ല. ബഹളം ഉണ്ടാക്കാതെ ഇറങ്ങി പോണം. ഓഹോ, എന്നിട്ട് വേണം തനിക്ക് അവളെ ഇവന് കൂട്ടി കൊടുക്കാനല്ലേ? ആ പന്നുപാട്ടുകാരന്റെ കൂട്ടുപിടിച്ച് റത്തൻ ബായെ തോൽപ്പിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങള് പാവങ്ങളാണ്. എന്നെ എന്റെ മോളെ വെറുതെ വിടണേ. പണം മുടക്കിയാൽ പലിശ ഉൾപ്പെടെ അത് തിരിച്ചു വാങ്ങാതെ ആരെയും ഇതുവരെ വിട്ടിട്ടില്ല ഞാൻ. എന്റെ കാരണത്തവൻ അടിച്ചതേ സാബിനെ അടിച്ച മാതിരിയാ. റത്തൻ ബായ് മോഹിച്ചതൊന്നും വേറൊരു തെണ്ടി അനുഭവിക്കില്ല. ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. അവനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചില്ല. നിങ്ങൾ ഭ്രാന്തിയാക്കി എന്റെ മോളെ രക്ഷിക്കാൻ വന്നതാണ് ആ പയ്യൻ. അവനെ ദ്രോഹിക്കരുത്. പോയി കെട്ടിയെടുത്തുകൊണ്ട് വേണം എന്റെ മോനെ. അവന്റെ ശവം എനിക്ക് ഇന്ന് കാണണം.
സണ്ണി, ഇത് സണ്ണിയുടെ വീടല്ല. അതെ, എന്താ കാര്യം? ആര് പറഞ്ഞാലും നീ പറയൂലേ? अंदर जाके देखो, कुत्ते के बच्चे किधर है तो पकड़ लेंगे. चलो ഒളിപ്പിച്ചു ചെയ്യുന്നത് ഞാൻ പറയട്ടെ. പോക്കറ്റിലുണ്ട്. അയ്യോ, ഒരാൾ വരുന്നുണ്ട്. കണ്ണിച്ചിറന്ന കഴിവുകളുടെ മോനോട് പറഞ്ഞേര്, ഇവന്മാരെ ജീവനോടുകൂടി വേണമെങ്കിൽ മര്യാദയ്ക്ക് രക്തംബായി ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ഇവന്മാരുടെ ശവം പോലും കഴിയാൻ കിട്ടില്ല. ഈ കോളിനെ ഞാൻ കത്തി സാമ്പലാക്കും. വണ്ടി എഴുതാം. ആ ഒരു അലവലാതി പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറ്റിയതാ ഇതിനെല്ലാത്തിനും കാരണം. അങ്ങനെ ഇനി തല്ലരുത് ബായി, സത്യം ഞാൻ പറയാം. എവിടെയാ സണ്ണി? ഇങ്ങനെ പിടിച്ച് എങ്ങനെ പറയോ? ആവൂ, ഇനി ഞാൻ പറയാം. പറയടാ. സത്യം പറയാലോ, സണ്ണിച്ചൻ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങേടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞ പോലെ ആയല്ലോ. അവൻ അല്ലെങ്കിൽ അവനോട് ചോദിക്കണം. ചോദിക്കടാ തെണ്ടി. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷമരക്കിക്കും. എന്നിട്ട് ആ വിശപ്പെല്ലാം ഞാൻ പറിക്കും. അപ്പൊ വൈദ്യനാണല്ലേ? അതേടാ, വൈദ്യം മാത്രമല്ല, വേണ്ടി വന്ന നിന്റെ ഒക്കെ തല എടുത്ത് ഓമം നടത്താൻ എനിക്കറിയാം. മന്ത്രവാദിയാണ്.